അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമുക്ക് എടുക്കാനുള്ള ചാപ്റ്റർ 15 ആണ്, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. അത് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു മാത്സിൻ്റെ ബ്രാഞ്ചാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നിങ്ങൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ അതിൻ്റെ മീന്, ആവറേജ്, അതുപോലെ തന്നെ മീന്, മീഡിയം, മോഡ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് നൽകപ്പെട്ട ഡാറ്റ, ആ ഡാറ്റയായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നൽകപ്പെട്ട ഡാറ്റ നമ്മൾ പല രൂപത്തിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാം. ചിലർ ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇങ്ങനെ ഗ്രാഫായിട്ട് പ്രസൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ടാബുലാർ ഫോമിൽ. ഇതാണ് ഗ്രാഫിക്കൽ രൂപത്തിൽ. ഇങ്ങനെ ഗ്രാഫ് തന്നെ പല രൂപത്തിലുണ്ടാവും. ചിലർ കണ്ടില്ലേ, സർക്കിൾ വരച്ചിട്ട് ഇത്ര ശതമാനം LDF, ഇത്ര ശതമാനം UDF, ഇത് ND എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സർക്കിളായിട്ടും ചെയ്യാം. അല്ലെങ്കിൽ ഗ്രാഫ് രൂപത്തിൽ മറ്റേ നമ്മൾ ബാർ ഗ്രാഫായിട്ട് ചെയ്യാം. ബാർ ഗ്രാഫ് പറഞ്ഞാൽ ഇങ്ങനെ ബാർ ഗ്രാഫായിട്ട് ചെയ്യാം. പല രൂപത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടാബുലാർ ഫോമിനെ പ്രസൻറ്റ് ചെയ്യാം. ടാബുലാർ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതുക, എന്നിട്ട് ഇപ്പോൾ UDF, LDF, ND എഴുതിയിട്ട് അവർക്ക് ഇത്ര പഞ്ചായത്ത് എന്ന് എഴുതിയിട്ട് ഇതാണ് ടാബുലാർ ഫോം. ഇങ്ങനെ പല രൂപത്തിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ ഡാറ്റയിൽ നിന്ന് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വാല്യൂ ഉണ്ട്. അതായത് അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാല്യൂ. അതായത് നമ്മൾ പറയുന്നപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉള്ള പോലെ ഏതെങ്കിലും ഒന്നിൻ്റെ മാർക്ക്, നിങ്ങൾക്ക് കിട്ടിയ വ്യത്യസ്ത മാർക്കിൻ്റെ ആവറേജ്, നിങ്ങൾ ക്ലാസ് ആവറേജ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെന്താകുക, ആ ആവറേജ് ആണ് നിങ്ങളുടെ ക്ലാസ്സിനെ പ്രതിനിധീകരിക്കുന്ന മാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ എന്തുണ്ട്, 3 തരത്തിലുള്ള വ്യത്യസ്ത സെൻട്രൽ ടെൻഡൻസി പറഞ്ഞാൽ അതിൻ്റെ മധ്യനില അറിയാൻ വേണ്ടിയുള്ള ഒരു മെഷേഴ്സ് ഉണ്ട്, അളവുകളുണ്ട്. അത് ഏതൊക്കെയാണ്? നമുക്ക് മുന്നേ പഠിച്ച പോലെ 3 തരത്തിലുണ്ട്. അതാണ് ഒന്ന് അരിത്തമെറ്റിക് മീന്, സാധാ ആവറേജ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീന്, പിന്നെ മീഡിയം, പിന്നെ മോഡ്. ഇതാണ് പ്രധാനമായിട്ട് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ ഒരു എങ്ങനെയാണ് പെർഫോമൻസ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഡാറ്റയുടെ തൂക്കം എവിടേക്കാണ്, ഏതൊക്കെ തരത്തിലാണെന്നുള്ളത് നമുക്കൊരു ഫസ്റ്റ് ഒരു ഐഡിയ കിട്ടും. പക്ഷേ കുറച്ചും കൂടി ഡാറ്റ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പക്ഷേ എന്തോ കിട്ടില്ല നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ക്ലാസ്സുകളിൽ ഇപ്പോൾ ഒരാൾക്ക് ഏറ്റവും താഴ്ന്ന മാർക്ക് 40ഉം ഉയർന്ന മാർക്ക് 60ഉം ആണെങ്കിൽ ഏകദേശം അതിൻ്റെ ഒരു ആവറേജ് 60 ആയിരിക്കും. ഇനി എന്താണ്, ഇപ്പോൾ താഴ്ന്ന മാർക്ക് 10ഉം ഉയർന്ന മാർക്ക് 90 ആണെങ്കിലും എന്താണ്, ആവറേജ് 50 ആയിരിക്കും ഏകദേശം. പക്ഷേ ഇത് രണ്ടും വ്യത്യാസം ഉണ്ടല്ലേ? കാരണം ഒരാളിപ്പോൾ ഇതിലിപ്പോൾ എന്താണ്, രണ്ടാളും ജയിച്ചിട്ടുണ്ട്, രണ്ടാൾക്ക് ഏകദേശം ഒരേപോലെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ എന്താണ്, ഒരാൾ ജയിച്ചു, ഒരാൾ തോറ്റു, അങ്ങനെ ഒരാൾക്ക് നല്ല ഉയർന്ന മാർക്കുണ്ട്. പക്ഷെ എങ്ങനെയുള്ള ഇതിൻ്റെ എന്ത് മനസ്സിലായി, അതിൻ്റെ റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു വലിഞ്ഞ് കിടക്കേണ്ടതെന്ന് മനസ്സിലായാൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് നൽകപ്പെട്ട ഡാറ്റയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മാത്രമല്ല, കുറച്ചും കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് നൽകപ്പെട്ട ഡാറ്റയെക്കുറിച്ച് വളരെ ഡെപ്ത് ആയിട്ടുള്ള നോളേജ്, ആ ഒരു ഇൻഫർമേഷൻ കിട്ടും. അതാണ് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള മീന്, മോഡ്, മീഡിയം, ഇതൊക്കെ മുന്നേ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ അത് ചർച്ച ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിൽ അത് ചർച്ച ചെയ്യുന്നില്ല. ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയാണ്. അപ്പോൾ ഇതിലൊന്ന് ശ്രദ്ധിക്കട്ടോ. ബാറ്റ്സ്മാൻ A ഉണ്ട്, ബാറ്റ്സ്മാൻ B ഉണ്ട്. അവർ 8-10 ഇന്നിങ്സിലായിട്ട് എടുത്ത ഇതാണ് സ്കോറാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 രണ്ടാൾക്കാരും. അപ്പോൾ നമുക്കറിയാം മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് എന്നർത്ഥം. അരിത്തമെറ്റിക് മീൻ എന്ന് പറയും. അപ്പോൾ ഇതിൽ ഓരോന്നിനും പറയുന്ന പേര് ഒബ്സർവേഷൻസ് എന്നാണ്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, ഇതെല്ലാം ഓരോന്നും കൂട്ടുക, ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്താണ്, 10 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മീൻ എത്രയാണ്? ബാറ്റ്സ്മാൻ എയുടെ 53 ആണ്, ബാറ്റ്സ്മാൻ ബിയുടെയും 53 ആണ്. അതുപോലെ തന്നെ മീഡിയം എന്ന് പറഞ്ഞാൽ ഇതിനെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്തിട്ട് അതിലേറ്റവും മധ്യത്തിൽ വരുന്ന ഒരു നമ്പറാണ് മീഡിയം എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് 1, 2, 3 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അതിലേറ്റവും മധ്യത്തിൽ വരുന്ന ഏതാണ്? 2 ആണ്. അതായിരിക്കും മീഡിയം. ഓക്കെ അല്ലേ? ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ 2 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 10 ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതിലിപ്പോൾ ഏതാണ് മീഡിയം? ഏതായിരിക്കും? 5 ആണ്. കാരണം നടുവിൽ 1, 2,
3 4 5 ഈ 5 എണ്ണത്തിൽ ഏറ്റവും നടുവിൽ വരുന്നത് മൂന്നാമത്തെയാണ്. അപ്പോൾ ഈ 5 ആയിരിക്കും മീഡിയം. പക്ഷെ ആവറേജ് നോക്കുക നമ്മൾ. ആവറേജ് പെടുത്താൽ 2 + 4 6, 6 + 5 എത്ര 11, 11 + 7 18, 18 + 10 28, 28/5, 28/5 എത്ര ആയിരിക്കും? = 5.6 ആയിരിക്കും. ഓക്കെ, 5.6 ആയിരിക്കും എന്ത് അതിൻ്റെ ആവറേജ് മീൻ. അപ്പോൾ മീനും മീഡിയം വ്യത്യാസം മനസ്സിലായില്ലേ? മീഡിയം എന്ന് പറയുമ്പോൾ എന്തായിക്കാരം നമ്മളിങ്ങനെ ആരോഹണ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ വെച്ചിട്ട് അതിലേറ്റവും മധ്യത്തിൽ വരുന്ന ഒബ്സർവേഷൻ ആയിരിക്കും മീഡിയം. മീൻ എന്ന് പറയുമ്പോൾ മൊത്തം കൂട്ടിയിട്ട് നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിച്ചാലാണ് എന്ത് കിട്ടുക? മീൻ കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇതിൽ ഈ ശ്രദ്ധിക്കട്ടോ, ഇനി ഇവർ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതേതാണ് മീനിൻ്റെ ഏതാണ് ഫോർമുലയാണ്. മീനിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻസ്. ഇത് സിഗ്മ എന്നാണ്. സിഗ്മ എന്ന് പറഞ്ഞാൽ എന്ത് കൂട്ടാ? XI എന്ന് പറഞ്ഞാൽ ഓരോ ഒബ്സർവേഷനെയാണ് XI എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം I എന്ന് പറഞ്ഞാൽ 1 മുതൽ N എത്ര നമ്പർ ഉണ്ടോ അതുവരെ, അതാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടില്ലേ? XI എന്നിട്ടാണ്. പിന്നെ I എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഇവിടെ 1 മുതൽ N വരെ. പിന്നെ അപ്പോൾ അതിൻ്റെ ഓരോ ഒബ്സർവേഷനും ആ ഒബ്സർവേഷൻ കൂട്ടുക, അതാണ് സിഗ്മ XI എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിക്കുക. ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ് ഇവിടെ എന്തായത് 1/n ഇട്ടിട്ടുള്ളത്. ഓക്കെ, കാരണം ഹരിക്കാനായതുകൊണ്ട് 1/n ആക്കി. ഇവിടെ എങ്ങനെയാണ് വരുന്നത്? സിഗ്മ ശരിക്കും വരുന്നത് സിഗ്മ XI, I എന്ന് പറഞ്ഞാൽ = 1/n എന്നുള്ളതാണ്. n ആണ്. ഈ n ഇതാക്കി പോലെ 1 ഹരിക്കണം n ഇൻറ്റു അതാക്കി, അതായത് ഹരിക്കാൻ തന്നെയാണ് മൊത്തത്തിൽ, അങ്ങനെ ആക്കിട്ടോ. അപ്പോൾ ഇതാണ് മീനിൻ്റെ ഫോർമുല. ഇതാണ്, ഒന്ന് സൂക്ഷിക്കുക. ഇനി മീഡിയൻ്റെ ഫോർമുല എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ പോലെ അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പറയുന്ന പോലെ ചെയ്യുക. ആ അസെൻഡിങ് ഓർഡറിലാക്കിയിട്ടും ഡിസെൻഡിങ് ഓർഡറിലാക്കിയിട്ടും നമ്മൾ എണ്ണി നോക്കുക. മൊത്തം ഒബ്സർവേഷൻസ് ഓടാണെങ്കിൽ, ഓട് എന്ന് പറഞ്ഞാൽ മൊത്തം 1 ഇപ്പോൾ 3 4, ഇപ്പോൾ ഇതിൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 3 ഒബ്സർവേഷൻ ഉണ്ട്. അങ്ങനെ മൊത്തം ഒബ്സർവേഷൻ ഓടാണെങ്കിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഇപ്പോൾ ഇതിൽ 3 ഒബ്സർവേഷനാണ്, ഇത് ഒറ്റ സംഖ്യയാണ്. അങ്ങനെ ഒറ്റ സംഖ്യ ആണെങ്കിൽ മീഡിയം എന്തായിരിക്കും? n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും. ഇതിൽ n എത്രയാണ്? 1 2 3 ഉണ്ട്. 3/2 എത്ര? ഇവിടെ 3 + 1/2, ഇപ്പം 4/2. 4/2 എന്ന് പറഞ്ഞാൽ 2. രണ്ടാമത്തെ ഒബ്സർവേഷൻ ആയിരിക്കും അവിടുത്തെ മീഡിയം. ഓക്കെ അല്ലേ? അതായത് ശ്രദ്ധിക്കുക, ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഓഡ്, അതായത് ഒബ്സർവേഷൻ്റെ എണ്ണം ഒറ്റയാണെങ്കിൽ അപ്പോൾ മീഡിയം എന്തായിരിക്കും? n+1/2 ഒബ്സർവേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നുകൂടി പറയാം. 1 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട്, പിന്നെ 11 ഉണ്ട്. അപ്പോൾ ഇതിൽ 1 2 3 4 5 ഒബ്സർവേഷൻസ് ഉണ്ട്. അപ്പോൾ 5 ഒബ്സർവേഷൻ, 5 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ അതിൻ്റെ മീഡിയം എന്തായിരിക്കണം? 5+1, അതാണ് n എന്ന് പറഞ്ഞാൽ എത്ര ഒബ്സർവേഷൻ ഉണ്ട് അതിൻ്റെ +1/2. അപ്പോൾ എത്ര? 6/2 എന്തായി? 3. മൂന്നാമത്തെ ഒബ്സർവേഷൻ ഏതാണത്? മൂന്നാമത്തെ ഒബ്സർവേഷൻ കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ 3 എന്നല്ല, മൂന്നാമത്തെ ഒബ്സർവേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് n+1/2 ഒബ്സർവേഷൻ കണ്ടില്ലേ? 2 ഒബ്സർവേഷൻ. അപ്പോൾ മൂന്നാമത്തെ ഒബ്സർവേഷൻ 7 ആയിരുന്നു. അതാണ് ഒറ്റ സംഖ്യ ആണെങ്കിൽ, അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഒറ്റയാണെങ്കിൽ. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇരട്ടയാണെങ്കിൽ, അതായത് 1 3 4 7 എന്നിങ്ങനെ ഇരട്ടയാണെങ്കിൽ ദ മീഡിയം എന്തായിരിക്കും? മീഡിയം ദ മീൻ ഓഫ് n/2 ഒബ്സർവേഷൻ ആൻഡ് n/2 പ്ലസ് ഫസ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ അല്ലേ? എന്താ ചെയ്യേണ്ടത്? ഒന്നുകൂടി പറയാം. 1 3 4 7 എന്നാണ്. ഇപ്പോൾ ഇരട്ടയാണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. 1 2 3 4 ഇരട്ടയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മീഡിയം കണ്ടെത്തുക? ഞാൻ ബേസിക്സ് ഒന്ന് പറയാണ്. അപ്പോൾ മീഡിയം കണ്ടെത്തേണ്ടത് എന്താ ചെയ്യേണ്ടത്? ആദ്യം ഇത് കണ്ടെത്തുക, n/2 ഒബ്സർവേഷൻ. n/2 എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ 4 ആണ്. /2 എന്ന് പറയുമ്പോൾ അതായത് 4/2 2 കിട്ടി. ഇനി അപ്പോൾ രണ്ടാമത്തെ ഒബ്സർവേഷൻ ഏതാണ്? 3 ആണ്. ഇനി അടുത്ത് എന്ത് കിട്ടണം? n/2 + 1. n/2 എന്ന് പറഞ്ഞാൽ 2 ആണെന്ന് കിട്ടി. +1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ മൂന്നാമത്തെ ഒബ്സർവേഷൻ. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒബ്സർവേഷൻ എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണാം. അപ്പോൾ 3 + 4 എന്നുള്ള രണ്ടും ഈ ഇപ്പോൾ n/2 ഒബ്സർവേഷൻ ഏതാണ്? n/2 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ പ്രകാരം 2 ആണ്. രണ്ടാമത്തെ ഒബ്സർവേഷൻ 3 ആണ്. അതുപോലെ n/2 + 1, അതായത് n/2 എന്ന് പറഞ്ഞാൽ 2 2 + 1 3. അപ്പോൾ മൂന്നാമത്തെ ഒബ്സർവേഷൻ ഇവിടെ 4 ആണ്. അപ്പം എന്തെടുക്കുക? 3 4 കൂട്ടുക, അതാണ്. എന്നിട്ട് 3 4 കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ദ മീഡിയൻ ഈസ് ദ മീൻ ഓഫ് n/2
ഒബ്സർവേഷൻ ആൻഡ് n/2 + 1 ഒബ്സർവേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 ഒബ്സർവേഷന്, അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കാം, നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇരട്ടയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതിനെ n/2 ഒബ്സർവേഷനും n/2 + 1 ആ ഒബ്സർവേഷനും എടുത്തിട്ട് അതിൻ്റെ ആവറേജ് കാണാം. അപ്പോൾ അതിൻ്റെ ആവറേജ് എങ്ങനെ കാണാം? ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ n/2 ഒബ്സർവേഷന് 5 ആണ്, പിന്നെ n/2 + 1 ഒബ്സർവേഷന് 8 ആണെങ്കിൽ എന്താണ് 5 + 8. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എങ്ങനെ കാണാം? കാരണം ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 2 കൊണ്ട് ഹരിക്കുക. അങ്ങനെ 5 + 8 13, 13 ഹരിക്കണം 2 6 എന്നുള്ളതായിരിക്കും അപ്പോൾ ഉത്തരം. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണ് മീനും ഇതും കാണേണ്ടത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിലേക്ക് പോകുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? മീനും മീഡിയം കാണേണ്ട ബേസിക്സ് പറഞ്ഞു കുറച്ച് ചെറിയ രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ മീനും മീഡിയം എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. ഒരു ഡാറ്റയുടെ നൽകപ്പെട്ട ഡാറ്റയുടെ മധ്യനില അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ നമുക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് മാത്രമേ കിട്ടുള്ളൂ? അതിൻ്റെ ഒരു ആവറേജ് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷേ കൂടുതലായിട്ട് നമുക്ക് അറിയണമെങ്കിൽ കുറച്ചുകൂടി അറിയണം. അപ്പോൾ ഇവിടെ അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തന്ന ബാറ്റ്സ്മാൻ എ എന്നുള്ളതും ബാറ്റ്സ്മാൻ ബിയും. മൂപ്പരെ സ്കോർ നോക്കുക. 0 മുതൽ 120 വരെ ഏകദേശം എന്താണ് 117 മൂപ്പര് സ്കോർ. 0 ഉണ്ട്. അപ്പോൾ ഇത് മുതൽ ഏകദേശം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. എന്നാൽ ബി എന്ന ബാറ്റ്സ്മാൻ്റെ സ്കോർ നോക്കുക. 40 മുതൽ ഏകദേശം 60 വരെയാണ്. പക്ഷേ ഇയാളുടെ സ്കോർ ഏകദേശം ഇയാൾക്ക് എല്ലാ കളിയിലും ഒരുപോലെ എന്തായിട്ടുണ്ട്, ഇയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇയാളെ ബാറ്റ്സ്മാൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല, ഇയാൾ എല്ലാ കളിയിലും ഒരുപോലെയല്ല. ചില കളിയിൽ നന്നായി പെർഫോം ചെയ്യും, ചില കളിയിൽ വളരെ താഴ്ന്ന പെർഫോമൻസ് ആണ്. അപ്പോൾ എന്താണ്, ഈ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇയാളെ ആവറേജും 53 ഇയാളെ ആവറേജും 53 പക്ഷേ ഈ 53 ആവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തോന്നുന്നു രണ്ടാളും ഒരേപോലെയാണുള്ളത്. പക്ഷെ എന്തല്ല, രണ്ടാളും ശരിക്കും ഒരേപോലെയല്ല. അപ്പോൾ അതെങ്ങനെയാണ്? കാരണം വെച്ചാൽ ഈ എ എന്നുള്ള ബാറ്റ്സ്മാൻ എന്താണ്, ചില കളിയിൽ മാത്രം നല്ല ഫോമായി, ചില കളിയിൽ തീരെ ഫോമായിട്ടില്ല. പക്ഷെ ബി എന്നുള്ള ബാറ്റ്സ്മാൻ ഏകദേശം എല്ലാ കളിയിലും ഒരു മധ്യ രീതിയിൽ ഫോമായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം ആവറേജ് എന്നുള്ള ഡാറ്റ അല്ലെങ്കിൽ മീഡിയം എന്നുള്ള ഡാറ്റയിൽ, കാരണം അവിടെ ആവറേജ് ബലിക്കും 53 ഇയാൾക്കും 53 അതുപോലെ തന്നെ മീഡിയവും ഇയാൾക്കും 53 ഇയാൾക്കും 53. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് രണ്ടും ഒരേപോലെയാണ്. പക്ഷെ രണ്ടും ഒരേപോലെയല്ല. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിന് പറയുന്ന പേര് എന്താ വെച്ചാൽ ശ്രദ്ധിക്കാം. ബി എന്നുള്ള ബാറ്റ്സ്മാൻക്ക് എന്താണ്, ഏകദേശം മൂപ്പര് ഇതൊക്കെ വളരെ ക്ലോസ് ആണ്. എ എന്നുള്ള ബാറ്റ്സ്മാൻ കുറച്ച് സ്കാറ്റേഡ് ആണ്, അത് പരന്ന് കിടക്കാണ്. ഇനി ശ്രദ്ധിക്കുക. ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ നോട്ട് സഫിഷ്യൻറ്റ് ടു ഗിവ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ എബൌട്ട് എ ഗിവൻ ഐഡിയ. നമുക്ക് നൽകപ്പെട്ട ഇതിനെക്കുറിച്ച്, ഡാറ്റയെക്കുറിച്ച് ഗിവൺ ഡാറ്റ, അതിനെക്കുറിച്ച് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ എന്ത് മതിയാവില്ല? ഈ സെൻട്രൽ ടെൻഡൻസി വരികയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് വേരിയബിലിറ്റി. എന്ന് പറഞ്ഞാൽ എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് ഇയാളെ പെർഫോമൻസ്. ഇപ്പോൾ ബാറ്റ്സ്മാൻ്റെ ഇതിലെടുത്താൽ എത്ര 0 മുതൽ 117 ഉണ്ട് എന്നുള്ളതും മറ്റേത് 40. അപ്പം തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതുപോലെ അതാണ് വേരിയബിലിറ്റി മെഷേഴ്സ്. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പോലെ കൂടുതലായിട്ട് നമുക്ക് ഒരു ഡാറ്റയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വേരിയബിലിറ്റി എന്നുള്ളത്. ആ വേരിയബിലിറ്റിക്ക് പറയുന്ന ഔദ്യോഗിക പേരെന്താണ്? ഓക്കെ, മെഷർ ഓഫ് ഡിസ്പേർഷൻ. ഓക്കെ, എത്രത്തോളം അത് പരന്ന് കിടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പം മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ അത് മീനും മീഡിയവും മോഡാണ്. മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം പരന്ന് കിടക്കുന്നു, എത്രത്തോളം വ്യാപിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? മെഷർ ഓഫ് ഡിസ്പേർഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തുപയോഗിക്കും, എങ്ങനെയാണ്, ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്നുള്ളതും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നോക്കാം. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സ്കാറ്റർ ചെയ്ത് നമ്മൾ പരന്ന് കിടക്കുക, നമ്മൾ ബാറ്റ്സ്മാൻ്റെ ഇതിൽ എത്രത്തോളം വ്യാപിച്ച് കിടക്കണം എന്നുള്ളതാണ് ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്കാറ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ? ഒന്ന് റേഞ്ച് എന്ന് പറയും, രണ്ടാമത്തെ ക്വാർട്ടൈൽ ഡേവിയേഷൻ എന്ന് പറയും, മൂന്നാമത്തെ മീൻ ഡീവിയേഷൻ എന്ന് പറയും, നാലാമത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയും. ഇങ്ങനെ 4 മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ നമ്മൾ മൊത്തത്തിലുണ്ട്. പക്ഷെ അതിൽ 3 എണ്ണമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ
ചർച്ച ചെയ്യുന്നത് ഏതൊക്കെയാണ്? റേഞ്ച് ചർച്ച ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ ചർച്ച ചെയ്യും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചർച്ച ചെയ്യും. ഇതെന്താവില്ല, ചർച്ച ചെയ്യൂല. അത് പിന്നെ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതാണ്. മൊത്തം 4 എന്തുണ്ട് മെഷേഴ്സ് ഉണ്ട്. പക്ഷെ അതിൽ കോട്ടയിൽ ഡീവിയേഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ആദ്യം തുടങ്ങിയേക്കാം. അത് വളരെ സിമ്പിളാണ് റേഞ്ച് എന്നുള്ളത്. അപ്പോൾ റേഞ്ച് മാത്രം തുടങ്ങിയേക്കാം. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് നമ്മളെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 2 ബാറ്റ്സ്മാരെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോവർ അതിൽ അദ്ദേഹം സ്കോർ ചെയ്ത ഏറ്റവും ചെറിയ ഡാറ്റയും അല്ലെങ്കിൽ ചെറിയ സ്കോറും ഏറ്റവും വലിയ സ്കോറും തമ്മിലുള്ള എന്താണ് വ്യത്യസ്തയാണ് എന്ത് പറയുന്നത്? റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്കോറുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ എ എന്നുള്ള ബാറ്റ്സ്മാൻ എന്തില്ല, സ്ഥിരത അല്ലായിരുന്നുള്ളൂ. കാരണം അയാൾ ചില കളിയിൽ ഫോം ആവും, ചില കളിയിൽ ഫോം ഔട്ട് ആവും. എന്നാൽ അതുപോലെ ബി എന്നുള്ള കളിക്കാരനോ ഏകദേശം എല്ലാ കളിയിലും ഒരുപോലെ ഫോം ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു റേഞ്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്നുള്ള ബാറ്റ്സ്മാൻ്റെ റേഞ്ച് എന്തായിരുന്നു? ഏകദേശം അയാളെ ഏറ്റവും വലിയ സ്കോർ 117, ഏറ്റവും ചെറിയ സ്കോർ 117. അപ്പോൾ അയാളുടെ ആ സ്കോറിംഗ് ലൈന് 117 എന്നുള്ള റേഞ്ചിലാണ്. 117 എന്നുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ അയാൾ ചിലയിൽ തീരെ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളതും, അതായത് റേഞ്ച് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ്? ചില കളിയിൽ അദ്ദേഹം തീരെ സ്കോർ ചെയ്തിട്ടില്ല എന്നുള്ളതും ചില കളിയിൽ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. എന്നാൽ മറ്റേ ആളുടെ റേഞ്ച് എത്രയാണ്? 14 അപ്പോൾ എന്താണ്? ഇയാൾ ഏകദേശം എല്ലാ കളിയിലും ഏകദേശം 14 മാത്രമേ ഡിഫറൻസ് ഉള്ളൂ സ്കോറിങ്ങിൽ എന്ന് മനസ്സിലാവും. അപ്പോൾ എന്താണ് റേഞ്ച് മനസ്സിലാക്കാം. ടു ഒബ്റ്റെയിൻ എ സിംഗിൾ വിത്ത് ദ ഡിഫറൻസ് ഓഫ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ഈച്ച് സീരീസ്. നമുക്ക് നൽകപ്പെട്ട ഒബ്സർവേഷനിലെ ഏറ്റവും മാക്സിമം വാല്യൂവും മിനിമം വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഞ്ച് കിട്ടും. ഓക്കെ അല്ലേ? ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് എത്രത്തോളം വേരിയബിലിറ്റി ഉണ്ട് ഇയാളുടെ സ്കോറിങ്ങിൽ, അല്ലെങ്കിൽ നൽകപ്പെട്ട ഡാറ്റയിൽ എത്രത്തോളം വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഏതൊക്കെ നീണ്ട് പരന്ന് കിടക്കുകയാണ്. ഇപ്പം നമുക്ക് ആദ്യത്തെ ആദ്യത്തിൽ 117 അതിൻ്റെ വേരിയബിലിറ്റി. അതായത് ഹൈ സ്കോർ 117 ലോവസ്റ്റ് സ്കോർ 0 അപ്പോൾ റേഞ്ച് എത്രയാണ്? 117. ഓക്കെ. ബി എന്നുള്ള ബാറ്റ്സ്മാൻ്റെ 14, ഹൈ സ്കോർ 60, ലോ സ്കോർ എത്രയാണ്? 46. അപ്പോൾ 14 എന്തുള്ളത്? റേഞ്ച് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ റേഞ്ച് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 117 എന്നുള്ള ആൾക്ക് സ്ഥിരത അല്ല എന്നുള്ളതും ഏകദേശം 14 കിട്ടിയ ഒരാൾക്ക് ഏകദേശം സ്ഥിരത ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്ക് പുറമെ ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താകാം? നമുക്ക് നൽകപ്പെട്ട ഡാറ്റയെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ റേഞ്ച് ഓഫ് എ എന്നുള്ള വലുതാണ് റേഞ്ച് ഓഫ് ബി. അതുകൊണ്ട് എന്താ മനസ്സിലാകുന്നത്? ഈ എ എന്നുള്ള ബാറ്റ്സ്മാൻ്റെ കാര്യം എടുത്തു നോക്കിയാൽ അയാളുടെ സ്കോറുകൾ എന്താണ്? ഡിസ്പേഴ്സ്ഡ് ആണ്. നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിട്ടുണ്ട്? പരന്ന് കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ അല്ലേ? പക്ഷേ ബി എന്നുള്ള സ്കോർ എന്താണ്? അതുകൊണ്ടാണ് റേഞ്ച് കൂടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ ഡിസ്പേഷൻ കൂടുതലാണെന്ന്, സ്കാറ്ററിങ് വ്യാപിച്ച് കിടക്കൽ കൂടുതലാണ് എന്നുള്ളതാണ് ഡിസ്പേഷൻ കൂടുകയെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റേഞ്ച് കൂടുകയെന്ന് പറഞ്ഞാൽ ഉദ്ദേശം. ഓക്കെ അല്ലേ? അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിലുള്ള റേഞ്ചിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. റേഞ്ച് ഓഫ് എ സീരീസ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എന്നതാണ്. ഓക്കെ. അപ്പോൾ റേഞ്ച് മനസ്സിലായില്ലേ? റേഞ്ചിൻ്റെ ഇക്വേഷനും ഫോർമുലയും മനസ്സിലാക്കുക. ഇനി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ റേഞ്ച് മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് എന്താണ് മറ്റുള്ള കാര്യങ്ങളും മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് എന്തിലേക്ക് പോകുന്നത്? മീൻ ഡീവിയേഷനിലേക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്കും പോകുന്നത്. കാരണം റേഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത്, ഏത് സെൻട്രൽ വാല്യൂയിൽ നിന്ന് എത്രത്തോളം ഡീവിയേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ചെറിയ രീതിയിലൊക്കെ അതിൻ്റെ വേരിയബിലിറ്റിയും ഡീവിയേഷനും അല്ലെങ്കിൽ ഡിസ്പേഷൻ നമുക്ക് മനസ്സിലാക്കാം. ഡിസ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ സ്കാറ്റർ ചെയ്തെടുക്കുക. പരന്ന് കിടക്കുമ്പോഴാണ് അതിന് ഡിസ്പേഷൻ കൂടുതലാണ്. റേഞ്ച് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് നന്നായി വ്യാപിച്ച് കിടക്കുകയാണ്. ബാറ്റ്സ്മാൻ എ എന്നുള്ള അയാളുടെ വിഷയത്തിൽ കണ്ടതുപോലെ. റേഞ്ച് കുറവാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ ഏകദേശം ഒരു തൊട്ടടുത്ത ഇതിലായിട്ടാണ് അയാളുടെ സ്കോർ കിടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പറയുകയാണെങ്കിൽ ഇനി റേഞ്ച് മാത്രം പോരാ, മറ്റും കൂടി ഏതും കൂടി പഠിക്കണം. ഡീവിയേഷൻ, അതായത് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള ഡീവിയേഷൻ കൂടി പഠിക്കണം. ആ സെൻട്രൽ ടെൻഡൻസി ഡീവിയേഷനാണ് 2 ഡീവിയേഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് മീൻ ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം.
ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.